സന്തോഷത്തോടെ പ്രത്യാശയോടെ പ്രിയമിച്ച കർത്താവില് ചേർന്നുള്ള വലിയ സന്തോഷം എല്ലാവരുടെയും ഹൃദയത്തില് കമ്മീനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദാനമായി കൊടുത്ത മക്കൾക്കും ഈ ദൈവസ്ഥനെ കടന്നു എല്ലാവർക്കും ഈ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് ഈ നല്ല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് അവസാനം വരെയും ജീവിപ്പാൻ ദൈവമിടയാക്കട്ടെ. രണ്ടുപേർക്ക് സാക്ഷികളുള്ളൂ. ബാക്കിയുള്ളവർക്ക് സമാധാനത്തിൽ വരാനുള്ള കർത്താവ് സഹായിച്ചതിനാൽ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മഹത്വമേറിയ ശുശ്രൂഷയിൽ അടിമ നേടുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നതായ പ്രായമായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് യേശുനാമൻ ഞങ്ങളെ അധികമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഉറക്കെ വായിക്കണം, നല്ലതുപോലെ പഠിക്കണം, അന്നുള്ള പാഠങ്ങൾ പഠിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ അമ്മയെ പോലെ ഞങ്ങൾക്ക് ഉപദേശിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. യേശുനാമൻ പറഞ്ഞ് ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ അമ്മയെ പോലെ ഞങ്ങൾ കരുതി, മക്കളെ പോലെ ഞങ്ങൾ കരുതി. ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയങ്ങളിലെ ഒരു പ്രാവശ്യം ആനിവേഴ്സറി നടന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം യേശുനാമൻ ഞങ്ങൾക്കൊരു പ്രോഗ്രാം തന്നു. പല ഭാഷ പാട്ടുകൾ എന്നുള്ള ഒരു പാട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഹിന്ദി, ഇംഗ്ലീഷ്, സിംഗള, കന്നഡ അങ്ങനെ പല ഭാഷയിൽ 4 വരികൾ വീതം പാടുവാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അത് ഞങ്ങൾ ആനിവേഴ്സറിക്ക് പാടുവാനും പങ്കെടുക്കുവാനും ആ പ്രോഗ്രാം നല്ലതായി നടക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടെ കടന്നു വന്നിട്ട് 14 വർഷമായി. അന്ന് മുതൽ ഇന്നുവരെയും അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. നമ്മുടെ കർഷസമയത്തൊക്കെയും അവസാന സമയത്ത് അന്ന് വൈകിട്ട് മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഇവിടെ കടന്നു വരികയും കുഞ്ഞുങ്ങൾ അതിന് ശേഷമാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. അമ്മയുടെ കർഷസമയത്തൊക്കെയും എന്നാലാവുന്നിടത്തോളം അമ്മയെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. 15-ാം തീയതി ഞായറാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിലിരുന്ന് നല്ല പരിശുദ്ധാത്മാവ് സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കാണുവാനിടയായി. ഒരു രഥം വന്ന് ഇങ്ങനെ നിൽക്കുന്നതായ അവസ്ഥ. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഈ രഥം പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ രഥം എൻ്റെ മനസ്സറിഞ്ഞിട്ട് ആ രഥം ചുമന്നു കൊണ്ടുപോകുന്നവർ പറയുകയാണ്, ഞങ്ങൾ ആ രഥം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, ഞങ്ങൾ അതിനെ ഒരുക്കാനുണ്ട് എന്ന്. എന്നാൽ 16-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പോൾ അമ്മമ്മയെ മാറ്റത്തിൽ ബഹുമാനിച്ചു ആ രഥത്തിലെത്തിച്ചെടുക്കാൻ സഹായിച്ചുള്ള സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അമ്മമ്മയെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ സഹായിച്ചെല്ലാ പ്രഭുക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. അവരെ വളർത്തുവാൻ പാടുന്നതായതുകൊണ്ട് 2 ആൺകുഞ്ഞുങ്ങളായതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്ന് അമ്മ എന്നെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരെ നന്നായിട്ട് വളർത്തുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. നല്ല വ്യക്തിത്വമുള്ള ഒരു മാതാവായിരുന്നു. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. അമ്മ പോയ പാതയിൽ പിൻപറ്റുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. മാത്രമല്ല ചൊവ്വാഴ്ച കടന്നു പോയതിനു ശേഷം അന്ന് മുതൽ വൈകിട്ട് രാത്രി ഞാനായിരുന്നു അമ്മമ്മയുടെ കൂടെ ഇവിടെ എൻ്റെയും വിജയുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ അമ്മമ്മയുടെ അവസാന യാത്ര കാണുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. നല്ല പ്രത്യാശയോടുകൂടെ നല്ല തേജസ്സോടുകൂടി ആ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സഹായിച്ചു. ആ പാതയെ പിൻപറ്റുവാൻ തക്കവണ്ണം അടിയങ്ങളും ആ പാതയെ പിൻപറ്റി നല്ലൊരു വാശനയുടെ വിശുദ്ധന്മാരുടെ നിയമങ്ങളെ പ്രാർത്ഥന ചോദിച്ചു സാധിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ വിട്ട് കടന്നുപോയ പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് ഇവിടെ കടന്നു വരുവാനും പ്രത്യേകിച്ച് ചില വർഷങ്ങൾ മുമ്പായി പുത്തൂര് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനും ദൈവം ഭാഗ്യം തന്നു. ആ ബന്ധത്തിൽ ഈ ഭവനവുമായിട്ട് വളരെ അടുത്ത് ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിപ്പാൻ ദൈവം സഹായിച്ചല്ല. ദൈവസ്നേഹത്താൽ നിറഞ്ഞും ആത്മാവിൽ സന്തോഷിച്ചും എപ്പോഴും ജീവിക്കുന്ന അനുഭവം തന്നിൽ കാണുവാനായി സാധിക്കുമായിരുന്നു. കഴിവതും എല്ലാ മീറ്റിങ്ങുകൾക്കും കടന്നുവന്ന് സംബന്ധിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭവനത്തിലുള്ള എല്ലാവരും ഈ വേലയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഈ മാതാവ് ഇപ്പോൾ നമ്മെ വിട്ട് കടന്നുപോയെങ്കിലും നമുക്കിവിടെ ദുഃഖമാണെങ്കിലും സ്വർഗത്തിൽ ഒരു ലാഭമായി
തീർന്നിരിക്കുകയാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് കാണുവാനായി സാധിക്കും. മാത്രമല്ല കർത്താവായ യേശു പ്രകാരം പറയുന്നുണ്ടായി, ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ പ്രിയ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറയുകയുണ്ടായി. അതേ ദൈവങ്ങൾക്ക് മരണം എന്നുള്ളത് ഒരു നിദ്രയായി കാണപ്പെടുകയാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ സ്വരക്ഷിതാവായി സ്വീകരിച്ച് ആത്മീയ അനുഭവത്താൽ ജീവിച്ച് വിശ്വാസ സ്നാനമേറ്റ് കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടോടെ ജീവിച്ച് ഒരുക്കപ്പെടുന്നവർക്ക് ആ ഭാഗികമായ പ്രത്യാശയ്ക്കായിട്ട് ഒരുക്കപ്പെടുവാനായി സാധിക്കും. അത് ക്രിസ്തുവിൽ ജനിക്കുവാനും ക്രിസ്തുവിൽ വളരുവാനും ക്രിസ്തുവിൽ പൂർണ്ണപ്പെടുവാനും ഇടയായിത്തീരുന്ന ഏതൊരു വ്യക്തിക്കും ആ നല്ല സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനായി സാധിക്കും. ഈ പ്രിയമാവരും ആ വിലയേറിയ ഭാഗ്യം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയത്ത് ഇവിടെ കടന്നു വരുമ്പോൾ മാതാവും മറ്റു ഈ ഭവനങ്ങളുടെ എല്ലാവരും ഒത്തൊരുമിച്ച് വലിയ സ്നേഹം കാണുവാന്നൊക്കെ കൊണ്ട് എനിക്ക് ഇടയാക്കി. അതാണ് എന്നെ സ്തോത്രം ചെയ്യുന്നത്. ഞാൻ ഈ സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ മകളുടെ വിവാഹം. ആ വിവാഹത്തിന് ഞാനിവിടെ എറണാകുളത്ത് കടന്നു പോകുന്നതിനും ഇടയാക്കി തീർത്തു. അങ്ങനെ ഞാൻ ഇവിടെ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ജോയ്സ് എന്നോട് പറയും, ആ മകളുടെ വിവാഹം എല്ലാം നടത്തി ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോയിരിക്കുകയാണ്. എൻ്റെ മകൾക്ക് ഇതുവരെ കുഞ്ഞുങ്ങളില്ല, മകൾ പ്രാർത്ഥിച്ചു അവർക്ക് കുഞ്ഞിനെ നൽകി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന്. അത് മുതൽ പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവർക്ക് ആ കുഞ്ഞിനെ കണ്ട് ആഗ്രഹമാണ്. ഇവിടെ വന്നിട്ട് വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങിപ്പോകാൻ സാധിക്കത്തേയില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മളെ കഴിപ്പിച്ചും കുടിപ്പിച്ചും മാത്രമേ ഇവിടുന്ന് വിടുകയുള്ളൂ. പ്രധാന സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ കർത്താവ് നിലയാക്കി തീർത്തിട്ടുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം, താൻ ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെ ചെയ്യുവാതെക്കണം. കർത്താവ് എന്നോട് അവിടെ നിലയാക്കി തീർക്കണം. നല്ല ശ്വാസം സ്നേഹം കർത്താവ് തന്നെ കൊടുക്കണതിനും കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണമെന്നുമായിട്ട് ഏതാദ്യപ്പെടുത്തുകയാണ്. എനിക്ക് കർത്താവിന്റെ പ്രവൃത്തി ചെയ്ത് നല്ലൊരു അവസാനം പ്രാപിപ്പാന്ന് കാണാം. എനിക്ക് ഇവിടെ ആക്കി തീർക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന വിശ്വസിച്ചു സാക്ഷ്യം. സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞു വരവിലാണ് ദേശമാണ് ഇവിടെ വരുന്നത്. അന്ന് ഒറ്റ സ്കൂളിലാക്കിയിട്ടുണ്ട്. ദേശം അമ്മയെക്കാളും അതിനെ അവനെ സ്നേഹിക്കുകയും ദിവസം എന്ത് കിട്ടിയാലും മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് വിളിച്ചൊരു ചെറിയ സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സമയത്ത് തന്നെ ദേശമാമ എല്ലാ മീറ്റിങ്ങുകൾക്കും ഞങ്ങൾ ഉത്സാഹിപ്പിച്ചിട്ടുണ്ടോ. എത്ര ദൂരമായാലും പ്രവാഹം ചെയ്യും പോയി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. അവിടെ ചെന്നാൽ വിശുദ്ധന്മാരെ കാണാൻ നമുക്ക് പുതിയ പാട്ടൊക്കെ പഠിക്കാം. ഒത്തിരി ആൾക്കാരെ കാണാൻ നമുക്ക് പോയി നമുക്ക് അതിലൊന്ന് പ്രാപിക്കാമെന്ന് ഞങ്ങളെല്ലാം ഉത്സാഹിപ്പിച്ച് ദിവസം മരണം കൊണ്ടുപോകും. ഇപ്പോൾ 2-3 വർഷം മുന്നേ കൃഷി സമയത്ത് ഞാനിടായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യം എൻ്റെ അടുത്ത് പറയും, എൻ്റെ അടുത്ത് പറയണം, നീ അമ്മമാർക്ക് കുറച്ച് നീ കുഴപ്പമൊന്നുമില്ല, അസുഖമായിരിക്കും, എപ്പോഴും അമ്മ ആശ്വസിപ്പിക്കണം എന്നോട് പറയുമായിരുന്നു. അതിനുശേഷം 2 മാസം മുന്നേ ഇവിടെ കടന്നെടുത്ത് നമ്മുടെ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു സമയത്ത് ഓപ്പറേഷൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയണമെന്നെ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ മക്കൾക്ക് പറയണം, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി. എപ്പോഴും പ്രാർത്ഥന ഒരു ജീവിതം മാത്രം ദിവസം കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടെ 2 മാസം ശേഷം തിരിച്ച് കടന്നു പോകുമ്പോൾ ദിവസം ബലഹീനമായിരുന്നു. എല്ലാഴ്ചയും ഞാൻ ഫോൺ ചെയ്ത സമയത്ത് എന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് ശരീരം ബലഹീനമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വളർന്ന് ദിവസങ്ങളൊന്നും പറ്റത്തില്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് വെല്ലുമച്ചുണ്ടായിരുന്നു. വെല്ലുമച്ചു കടന്നു പോയ ശേഷം ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇടാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ അടുത്തുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ഇന്നോ നാളെ ഞാൻ എൻ്റെ ദൈവത്തിനടുത്ത് കടന്നു പോകും. അപ്പോൾ ഈ വർഷം കിട്ടിയ വാക്യത്തെ പറ്റി എനിക്ക് ദിവസം പറഞ്ഞുകൂടാം. എനിക്ക് ഇതുവരെയും ദൈവത്തെ വാക്യം ആരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഈ വർഷം ദൈവം എനിക്ക് വാക്യം തന്നെ കർത്താവ് ദൈവം എനിക്ക് മരണം അയച്ച് ഏറെ പാത ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോൾ കടന്നു അറിയില്ല. അങ്ങനെ 16-ാം തീയതി ഇതുപോലെ 2 തവണയായപ്പോൾ ജോലി വിളിച്ച് വരുന്ന ദിവസവും നമ്മൾ എവിടെ കിടന്നു
ദുഃഖമുണ്ടായെങ്കിൽ തന്നെ താൻ പരിമിച്ച കർത്താവ് ചെയ്തുകൊണ്ടിരിക്കണം ഇടയാക്കി. അവർക്ക് ബൈബിൾ കടന്ന ഒരു സമയങ്ങളിൽ ഒരു അന്നടി പറയുന്ന ആകർഷണം ഉണ്ടായിരുന്നെങ്കിലും ദൈവമായി പോകത്തക്ക സമയത്ത് അസാധ്യമായതിനെ സാധ്യമാക്കി തന്നു. അവന്റെ കരം കാണുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഇടയാക്കി തക്ക സമയത്ത് കടന്നു വരുവാനും ഇടക്കാശിൽ പങ്കുവെങ്ങൾക്ക് ഇടയാക്കി ഈ ദിവസം വെച്ചിരുന്ന കാണിച്ച പാടം മുന്നോട്ട് കടന്നുപോയി ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വിധി പോകാത്തോണ്ടിരിക്കണം. ഞങ്ങൾ ദൈവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്തു. മഹത്വമുണ്ടാകട്ടെ. ഈ ദുഃഖ ഭവനത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗസ്വനായ ദൈവം എന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുത്തൂർ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇവിടെ കടന്നത് 3 മാസക്കാലമാകുന്നു. ഞങ്ങൾ വന്ന ദിവസം മുതൽ ഈ പ്രിയമാതാവ് ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന ആദ്യത്തെ 2 ആഴ്ചയായ സമയത്ത് തന്നെ വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടത്തപ്പെടുകയായി. അന്ന് രാത്രിയിൽ ദൈവം എനിക്കൊരു സ്വർഗീയമായ സ്വപ്നം വെളിപ്പെടുത്തി തന്നു. ഈ ജോയിസമ്മറ്റിയും തങ്കച്ചായും കൂടെ ഫെയ്ത്തോമിൽ വന്നിട്ട് ഒരു തർക്കം നടത്തുകയാണ്. ജോയിസമ്മച്ചി പറഞ്ഞ് ഞാനൊരു ദർശനം കണ്ടു, ഞാൻ ഒരുങ്ങി കട്ടിലിരിക്കുകയാണ്. അപ്പോൾ തങ്കച്ചാൻ പറയുക അല്ലാതെ വെറുതെ നീ ഫെയ്ത്തോമിൽ പോകുന്ന കാര്യം ദർശനം കണ്ടതാണ്. ജോയിസമ്മച്ചി പറയുന്നില്ല, ഞാൻ ദൈവത്തിൽ പോകുന്നതാണ്, ദൈവം എനിക്ക് കാണിച്ചത്. അന്ന് രാത്രി തന്നെ ഈ പ്രിയമാതാവ് തുടർന്ന് കടന്നു പോകുമെന്ന ഒരു നിശ്ചയം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ശുശ്രൂഷയായി വിളിച്ച് അതുപോലെ ഒരു കാര്യം എന്നെ ഓർപ്പിച്ചായിരുന്നു. അന്ന് മുതൽ ഈ പ്രിയമാതാവിന് ഈ മുൻപോട്ടുള്ള യാത്ര ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് എനിക്ക് എന്റെ ആത്മാവിൽ മനസ്സിലായെങ്കിലും കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനായി അവരുടെ ഹൃദയത്തിൽ ദുഃഖം വരാതിരിക്കുവാൻ ഞാനത് മറച്ചു വെച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് യേശു ക്രിസ്തുവിലുള്ള സൗഖ്യത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും പറഞ്ഞ് മുൻപോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ 2 രോഗികളെ കാണാൻ പോയി. വൈകിട്ട് വന്ന വളരെ ക്ഷീണിതനായി. അന്ന് രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലില്ല. ഞാൻ ശ്വാസം മുട്ടിന്റെ ബലഹീനതയായിരുന്നു. അന്ന് രാത്രി ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുകയായിരുന്നു. ഒരു 3:30 മണിയായപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സൗഖ്യമുണ്ടായി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി ചെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നിന്നു. പ്രാർത്ഥനയിലിരുന്ന് പാട്ടുകളെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയമാതാവ് ദൈവത്തിന് ചേർക്കപ്പെട്ടു എന്ന് വാർത്ത കേൾക്കുവാനിടയായി. Thank you.